ഹലോ. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നമ്മൾ കുറേ ഫേസ് പാക്കുകൾ കാണാറുണ്ടല്ലേ. നിങ്ങൾ അത് തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും, നിങ്ങൾക്കൊരു ഗ്ലോ കിട്ടും, നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റൻ ആവും. സത്യമാണോ അതൊക്കെ? നമുക്ക് നോക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ മാത്രമായിട്ട് എടുക്കുന്നത്. ദാത്തിൻ്റെ കസ്തൂരി മഞ്ഞളാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതുപോലൊരു കോഫി ബ്രൗൺ കളർ ആകും. അത് മതിയായിരിക്കും നമുക്ക് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്ന പെട്ടെന്ന് കത്തിപ്പോവും. ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്ലാ അല്ല, ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ തേൻ ഒഴിക്കുന്നുണ്ട്. അത് അച്ഛൻ വാങ്ങിച്ചു കൊടുന്ന് വെച്ചേക്കണ തേനാട്ടോ. കാട്ടിൽ നിന്ന് എടുത്തു കൊണ്ടെന്ന് വെച്ചേക്കണ തേനാണ്. സോ ഇതെന്തെങ്കിലും പൊള്ളലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ തേക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കുന്നതാണ്. പക്ഷെ എൻ്റെ അച്ഛൻ അറിയാണ്ട് ഞാൻ എടുത്തു. അച്ഛൻ അറിയേണ്ടത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന പോലും എൻ്റെ വീട്ടുകാർ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടോട് മാത്രമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. തേൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളൊന്ന് സിങ്കായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേനും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ മറ്റുള്ള അലർജീസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എനിക്ക് തേൻ തേച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ, ഇത് രണ്ടും തേക്കുമ്പോൾ എൻ്റെ സ്കിന്നിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഇതാണ് എൻ്റെ കൈകൾ, അത്രയോ സുന്ദരമായ കൈകൾ. ഞാനത് അതിനകത്തേക്ക് അപ്ലൈ ചെയ്തു. നല്ല രീതിയിലൊന്ന് പെറ്റി കൊടുത്തിട്ടുണ്ട്. കയ്യിൽ മാത്രമല്ല, മുഖത്തും പെറ്റിയിട്ടുണ്ട്. നമുക്ക് ഡിഫറൻസ് അറിയണമല്ലോ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. എൻ്റെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് സ്കോണാണ് കേട്ടോ. സ്കോണല്ല, ഡാർക്ക് ടോണാണ്. ഞാൻ ആദ്യമായിട്ട് കൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ബളബള നമ്മൾ സംസാരിക്കാൻ നേരത്തെ പെട്ടെന്ന് വരും. ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ പറ്റുള്ളതാണേ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഡാർക്ക് സ്കിൻ ടോണാണ്. ഞാൻ മുന്നേ മുതൽ കുറേ പാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ മെലാക്കെയർ പോലുള്ള സംഭവങ്ങൾ മുന്നേ +2 പഠിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അതിൻ്റെ ഒരു പണി എനിക്ക് മനസ്സിലായതും സ്കിൻ ഇത്ര ഡാർക്കായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കൈയും മുഖവും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. നല്ല രീതിയിലുള്ള ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഞാൻ പാക്ക് ഇട്ടേക്കണ കൈയും അതുപോലെ തന്നെ ഇപ്പം ഞാൻ അത് റിമൂവ് ചെയ്യുന്ന കൈയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിലുള്ള വ്യത്യാസം ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, നല്ലൊരു പാക്കാട്ടോ. എനിക്കിത് ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വൈകിട്ടായി കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഉച്ചയ്ക്കാണ് ഞാൻ ഇട്ടത്. വൈകിട്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ, ഞാനൊരു കയ്യിൽ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏത് കയ്യിലാണെന്ന് അറിയാമോ എന്ന്. അവന് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഈ കയ്യിലല്ലേ, നല്ല രീതിയിലൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. പിന്നെ ആൺകുട്ടികളത് യൂസ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കുക. അത് കസ്തൂരി മഞ്ഞളാണ്. നിങ്ങൾക്ക് താടി രോമൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര ബ്യൂട്ടി എക്സ്പേർട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാനിങ്ങനെ കുറേ പാക്കുകൾ യൂസ് ചെയ്ത് നോക്കാറുണ്ട്. എല്ലാവരും ഈ വെളുത്ത സ്കിന്നിൽ തന്നെ ഓരോരോ പാക്കുകൾ അപ്ലൈ ചെയ്യണു, അത് വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ഗ്ലോ കാണുന്നു. പിന്നെ അപ്പം ഞാൻ തോന്നി നമ്മുടെ സ്കിന്നിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടുമെന്ന്. കുറേ പാക്കുകളൊക്കെ വെറുതെ ആട്ടോ, പക്ഷേ അതിനകത്ത് നല്ല പാക്കുകളുണ്ട്. ഞാൻ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടാണ് ഇത് വാഷ് ചെയ്ത് കളയുന്നത്. ഈ കസ്തൂരി മഞ്ഞൾ ചെറിയൊരു തരി പോലത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് ആ സ്കിന്ന് നല്ല രീതിയിൽ എക്സ്പോലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എന്തെങ്കിലും രീതിയിലുള്ള ഡെഡ് സ്കിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാകും. എനിക്ക് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കണേ കേട്ടോ. എനിക്കിതെന്തായാലും യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാഷ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വീക്കിലി ഒരു 3 പ്രാവശ്യം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. വീക്കിലി 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഈ ഒരു പാക്കിൽ. എൻ്റെ ഹാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യത്യാസം മനസ്സിലായത് എൻ്റെ കൈക്കകത്താട്ടോ. കൈ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ. അത് പെട്ടെന്ന് തന്നെ പോകണമില്ല കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഇട്ടിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു ഗ്ലോ ഉണ്ട്, നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലുണ്ട്. എനിക്കത് ഇഷ്ടമായി. സോ ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് വേണം. സോ ബൈ.